അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന കുര്യൻസ്പടി അപ്സര കുന്ന് റോഡിന്റെ ഭാഗമായ തകർന്ന പാലത്തിന് പകരം പുതിയ പാലം ഒരുങ്ങി. 2018 പ്രളയത്തിലായിരുന്നു ഈ പാലം തകർന്നത്. നിലവിൽ പാലത്തിലൂടെ ഗതാഗതം സാധ്യമാണെങ്കിലും അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ നടത്തിയില്ലെങ്കിൽ മഴക്കാലത്ത് ചെളി രൂപപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അടിമാലി ടൗണിൽ ബൈപ്പാസ് റോഡായി കൂടി ഉപയോഗിക്കുവാൻ കഴിയുന്ന പാതയാണ് കുര്യൻസ്പടി അപ്സര കുന്ന് റോഡ്. 2018 പ്രളയത്തിൽ ഇരുഭാഗത്തു നിന്നും തൂണുകൾ ഇളകിപ്പോവുകയും റോഡിടിഞ്ഞ് ഗർത്തം രൂപപ്പെടുകയും ചെയ്തതോടെയായിരുന്നു ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചത്. പാലത്തിന്റെ പുനർനിർമ്മാണം നടത്തണമെന്ന ആവശ്യം പ്രദേശവാസികൾ ഏറെ നാളുകളായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങൾക്ക് ഒടുവിലാണിപ്പോൾ പാലം യാഥാർത്ഥ്യമായിട്ടുള്ളത്. പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നിലവിൽ പാലത്തിലൂടെ ഗതാഗതം സാധ്യമാണെങ്കിലും അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ നടത്തിയില്ലെങ്കിൽ മഴക്കാലത്ത് ചെളി രൂപപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാപ്പാനിക്കുന്നിൽ താഴെ ഗർത്തത്തിലേക്ക് പതിച്ച് 2 ആളുകൾ മരണപ്പെട്ട സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ ഈ പാറയിടുക്കിൽ വീണ് 3 മാസം മുൻപാണ് ഒരു ബൈക്ക് യാത്രികൻ മരിച്ചത്. അതുകൊണ്ട് ഇവിടെ എത്രയും പെട്ടെന്ന് സംരക്ഷണ ഭിത്തി കൂടി നിർമ്മിക്കണം. ഈ റോഡിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ ഒന്നെങ്കിൽ ടാർ ചെയ്യുക അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുക. അപ്രോച്ച് റോഡിൻ്റെ പണികൾ കൂടി പൂർത്തീകരിച്ച് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കി ആളുകൾക്ക് തുറന്നു കൊടുക്കുവാനുള്ള നടപടികൾ, സത്വര നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. ദേവൂള MLA അഡ്വക്കേറ്റ് എ രാജയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും ഇടപെടലിലൂടെയാണ് പാലത്തിന്റെ ജോലികൾ സാധ്യമാക്കിയത്. ടൗണിൽ സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഗതാഗത കുരുക്കുണ്ടായാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ കുര്യൻസ്പടി അപ്സര കുന്ന് റോഡ് സഹായകരമാണ്. റേഷൻ കടയടക്കമുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്ന ഭാഗമെന്ന നിലയിൽ ബലക്ഷയം സംഭവിച്ച പാലത്തിന്റെ നിർമ്മാണം നീണ്ടത് ആളുകൾക്ക് ബുദ്ധിമുട്ട് സമ്മാനിച്ചിരുന്നു. പാലം യാഥാർത്ഥ്യമായതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി. ന്യൂസ് ബ്യൂറോ, അടിമാലി.